ഡീഗോയുടെ സഹായത്തോടെ ഞാൻ പതുക്കെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അങ്ങനെ ഇറങ്ങുകയാണ്. Let me tell my friends, it was an amazing experience. സ്നോർക്കലിംഗ് ചെയ്ത സമയത്ത് സമുദ്രത്തിന്റെ ഉപരിതലത്തിലോ അല്ലെങ്കിൽ വളരെ കുറച്ച് താഴേക്ക് മാത്രമാണ് നീന്തിയത്. എന്നാൽ ഇതാ ഇപ്പോൾ തന്നെ 4 മീറ്ററോളം ആഴത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇതാണ് നിമോ മത്സ്യത്തിന്റെ ആവാസ സ്ഥലം. ഇഷ്ടം എപ്പോഴും ഈ കടൽ സസ്യത്തിന്റെ മറയിലായിരുന്നു. അവന്റെ അടുത്ത് നിന്ന് ചിത്രങ്ങൾ എടുക്കാൻ ഡീഗോ എന്നെ സഹായിച്ചു. ഞങ്ങൾക്ക് ഈ കാഴ്ചകൾ തന്നെ ധാരാളമായി. പല നിറത്തിലുള്ള ഇതുവരെ നേരിട്ട് കാണാത്ത പല കടൽ മത്സ്യങ്ങളെയും കടൽ ജീവികളെയും നന്നായി കാണുവാൻ സാധിച്ചല്ലോ. ഇങ്ങനെ വർണ്ണ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്നതിനിടയിൽ സൂര്യ യക്കാട്രിനോടൊപ്പം വരുന്നത് കണ്ടു. സൂര്യയും അത്ഭുത കാഴ്ചകളൊക്കെ കണ്ടതിന്റെ ആവേശത്തിലാണ്. ഞങ്ങളെ ഒരുമിച്ച് നിർത്തി ഡീഗോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ എഫിഷ്യന്റായ ഫ്രണ്ട്ലിയായ 2 ഇൻസ്ട്രക്ടർമാരായിരുന്നു ഇവർ രണ്ടുപേരും. കടലിലെ വെള്ളത്തിനടിയിൽ നന്നായി ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് യക്കാട്രീന ഞങ്ങളെ ഒരുമിച്ച് നിർത്താൻ സഹായിച്ചു. അങ്ങനെ ഒരു 20 മിനിറ്റ് നീണ്ടുനിന്ന സ്കൂബ ഡൈവിങ്ങിന് ശേഷം ഞങ്ങൾ ബോട്ടിലേക്ക് തിരിച്ചു കയറി.